ബിജെപിയിൽ മാറ്റങ്ങൾ വരുന്നതായി സൂചന. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായേക്കും. അപർണ കുറുപ്പ് ചേരുന്നു വിവരങ്ങളുമായി. അപർണ, വളരെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ വരുന്നത്? ആര്യ, ഇത് അപ്രതീക്ഷിതം എന്നതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു വിജയം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയ ഒരു സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള വാർത്തകളും സൂചനകളുമൊക്കെ ഏകദേശം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം വിളിപ്പിക്കുകയും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളവരെ നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വരുന്നത്. ഇതിലേതായാലും അന്തിമ തീരുമാനമുണ്ടാകുക നാളത്തെ പാർട്ടി യോഗത്തിലാണ്. അപ്പോഴും ഏത് തരത്തിലാണ് കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയ വിജയം പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി നേടിയ 50,000 താഴെ മാത്രം വോട്ടുകൾ, അത് ഇത്തവണ ഒരു ലക്ഷത്തിന് മുകളിലേക്കാണ് BJP കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വോട്ട് വിഹിതം ഉയർത്തിയത്. ഇത്തവണ 3 ലക്ഷത്തിനടുത്ത് 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതോടൊപ്പം തന്നെ വോട്ട് വിഹിതവും 17.24 എന്ന വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3 എന്ന ശതമാനത്തിലേക്ക് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. KC വേണുഗോപാലിനെ പോലെ വളരെ ശക്തനായിട്ടുള്ള ഒരാളെ UDF അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക. അതേസമയത്ത് സിറ്റിംഗ് MP ആയിട്ടുള്ള ആരിഫ് അവിടെ മത്സരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും വളരെ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 3ാം സ്ഥാനത്താണ് NDA എങ്കിലും ഏത് തരത്തിലാണ് NDA BJP അവിടെ വോട്ട് ഉയർത്തിയത് എന്ന് കണക്കുകൾ കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച സമയത്ത് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് ഷെയർ ഏത് തരത്തിലാണ് എന്നുള്ളത് അന്ന് തന്നെ ചർച്ചയായതാണ്. എല്ലാ സമയത്തും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പരാജയം പോലും വലിയ നേട്ടമായി മാറുന്ന രീതിയിലുള്ള വോട്ട് ഷെയറുകൾ വരുന്നു. അത് ഇത്തവണയും കൃത്യമായിട്ട് BJP കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. SNDPയുടെ വോട്ടുകൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ ഏറെ സഹായിച്ചിരിക്കുന്നു. ഒപ്പം സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ സഹായിച്ചതായിട്ടുള്ള വിലയിരുത്തലുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു വനിതാ പ്രാതിനിധ്യം നൽകുകയാണ് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ BJP ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരും എന്നുള്ളതാകാനുള്ള ഒരു സാധ്യതയൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി പ്രധാനമായിട്ടും ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരിക, അതിന്റെ അന്തിമ തീരുമാനം നാളെ വൈകുന്നേരത്തെ മീറ്റിംഗിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ. ആര്യ, അപർണ, ശോഭാ സുരേന്ദ്രന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും കിട്ടിയ വലിയ അംഗീകാരം സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന്റെ കടിഞ്ഞാണത് ശോഭാ സുരേന്ദ്രൻ പിടിക്കുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അപ്പോൾ K സുരേന്ദ്രൻ എത്തുന്നു എന്ന് കൂടിയുള്ള സൂചന ഈ വാർത്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കണം, അല്ലേ? ഏത് തരത്തിലാണ് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുക എന്നുള്ളതിന് ഇനിയും സ്ഥിരീകരണം ഉണ്ടാകാനിരിക്കുന്നു ആര്യ. കാരണം K സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം നേടുമോ? സുരേഷ് ഗോപി ഇതുവരെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്താത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തുടരാനുള്ളൊരു സാധ്യത. ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ആരുണ്ടാകുമെന്നുള്ളത് BJP കേന്ദ്ര നേതൃത്വം ഇനിയും സ്ഥിരീകരിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ള സമയം. ഏതായാലും ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകുകയില്ല. പകരം സംസ്ഥാന BJPയുടെ അമരസ്ഥാനത്തേക്ക് വരികയാണ് എന്ന് നമുക്ക് ഏകദേശം സ്ഥിരീകരിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ആര്യ, തീർച്ചയായും അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന BJPയുടെ അമരത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അപർണ പങ്കുവച്ചത്. ഇനി